എൻ്റെ ഭർത്താവ് എനിക്ക് 5 പൈസ പോലും അയച്ചു തരില്ല, എല്ലാ പൈസയും ഉമ്മാക്കാണ് കൊടുക്കുക എന്നാണ്. ഭർത്താവിനോട് എൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ ഉമ്മാനോട് പഠിച്ചോ, ഉമ്മാനോട് ചോദിച്ചോ എന്നിങ്ങനെ പറയാറുണ്ട് എന്നാണ്. അതിനെക്കുറിച്ച് എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? ഒരു സഹോദരി ചോദിച്ചതാണ്. സംഗതി ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗൾഫിലാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ തന്നെയും, നാട്ടിലാണെങ്കിൽ ഈ വിഷയം വരാറില്ല അല്ലേ, അവൾക്ക് പിന്നെ ചോദിക്കാൻ അവളുടെ പ്രിയപ്പെട്ടവനുണ്ട്. പക്ഷെ ഗൾഫിലാകുമ്പോൾ അതൊരു വിഷയം തന്നെയാണ്. നിങ്ങൾ ഉമ്മാനെ മാത്രം പരിഗണിച്ചാൽ പോരാ, ഉമ്മാനെ പരിഗണിക്കണം, നമ്മുടെ ഉമ്മ തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരാളാണ് നിൻ്റെ ഭാര്യ എന്ന് പറയുന്നത്, നിൻ്റെ പ്രിയപ്പെട്ടവളെന്ന് പറയുന്നത്. അവളെപ്പോഴും എന്താവശ്യത്തിനും ഒരു പാഡ് വാങ്ങണമെങ്കിൽ പോലും ഉമ്മാനോട് പോയി ചോദിച്ചിങ്ങനെ കാത്തു നിൽക്കേണ്ട, അവരുടെ മുഖത്തെ കരിവാളിപ്പ് കാണേണ്ട ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കേ. അത് നമുക്ക് പുരുഷന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എപ്പോഴും വീട്ടിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. വളരെ മോശമാണത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ എന്നാണ്. സിമ്പിളായിട്ട് പടച്ചോൻ പറഞ്ഞു തന്നു, എടാ നീ വിവാഹം കഴിക്കുന്നത് ഒരു മനുഷ്യനെയാണ്, അത്രയേ ഉള്ളൂ. നീ വിവാഹം കഴിക്കുന്നത് ഒരു മനുഷ്യനെയാണ്. ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരം മനുഷ്യനായി പരിഗണിക്കുക എന്നുള്ളതാണ്. അവളെ നീ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കണം, നിൻ്റെ അടിമയൊന്നുമല്ല. ഷീസ് നോട്ട് എ സ്ലേവ്, അവൾ നിൻ്റെ അടിമയൊന്നുമല്ല. അവളൊരു മനുഷ്യനാണ്, അവൾക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്, അവൾക്കൊരു വ്യക്തിത്വമുണ്ട്. അവളുടെ വ്യക്തിത്വത്തെ നീ മാനിക്കണം. അപ്പോൾ മാസം ഉമ്മാക്ക് കൊടുക്കുന്ന തുക അത് ഒന്ന് അല്പം കുറച്ചിട്ട് അത് കുറച്ച് ഭാര്യയുടെ കയ്യിലേക്ക്, അത് കൃത്യമായി ശ്രദ്ധിച്ചു, എങ്ങനെയൊക്കെയാണ് ചിലവ് ചെയ്യുന്നത് എന്നൊക്കെ നീ ശ്രദ്ധിച്ചു, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അവളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് അത് ഉമ്മയാണെങ്കിൽ പോലും മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി ഇങ്ങനെ നിരന്തരം നിൽക്കുക എന്ന് പറയണത് അത് വളരെയധികം സങ്കടകരമായ കാര്യമാണ്. ആദ്യത്തെ 1-2 തവണയൊന്നും കുഴപ്പമുണ്ടാവില്ല. ചിലപ്പോൾ ഉമ്മയുടെ മൂഡ് ചിലപ്പോൾ വേറെ ആയിരിക്കും, ഉമ്മ ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ അവൾ എന്ന് പൈസ ചോദിക്കുമ്പോൾ ഉമ്മ മുഖം കറുത്ത് എന്തെങ്കിലും ഒന്ന് പറയും, അത് മനസ്സിലേക്ക് മോശമായി വന്ന് പതിക്കും. അവിടെ പിന്നെ മരുമകൾ അമ്മായിയമ്മയും തമ്മിൽ ശണ്ട സ്റ്റാർട്ട് ചെയ്യും. എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്? അവൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അവളൊരു മനുഷ്യനാണ്, അവൾക്ക് സ്വന്തമായി ഐഡൻറ്റിറ്റി ഉണ്ട്. നിന്നെ കെട്ടിയത് കൊണ്ട് അവൾ മനുഷ്യനല്ലാതായി മാറുന്നൊന്നുമില്ല, നിൻ്റെ അടിമയും ആകുന്നില്ല. രണ്ടുപേരും പടച്ചോൻ്റെ മാത്രം അടിമയാണ്. അതുകൊണ്ട് തന്നെ അവളെ പരിഗണിക്കുക. അവൾക്ക് എന്തെങ്കിലും കയ്യിൽ പൈസ എല്ലാ മാസവും നീ കൊടുക്കുക, അത് നിർബന്ധമെന്നോണം നീ പരിഗണിക്കേണ്ടതാണ്.